മുപ്പിളിവണ്ട്, ഓട്ടൊരുമ, കോട്ടൊരുമ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? റബ്ബർ എസ്റ്റേറ്റുകൾക്ക് സമീപം താമസിക്കുന്നവർക്കൊക്കെ സുപരിചിതമായ ഈ ജീവിക്ക് ഒരു ഈച്ചയുടെ അത്ര വലിപ്പം മാത്രമേ ഉണ്ടാകൂ. ഈ ജീവി കാരണം ഒരു കുടുംബം മുഴുവൻ ദുരിതത്തിലായ കഥ കേട്ടിട്ടുണ്ടോ? അങ്ങനൊരു സംഭവമുണ്ട് പാലക്കാട്. മണ്ണാർക്കാട് അലനല്ലൂർ എസ്റ്റേറ്റ് പടി സ്വദേശി മൊയ്തീനും കുടുംബത്തിനും കഴിഞ്ഞ 5 വർഷമായി കോട്ടരുമകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ വീടിനകത്ത് എവിടെ നോക്കിയാലും കോട്ടരുമകളെ അല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കില്ല. വീടിന്റെ ജനവാതിലുകൾ, ചുമരുകളെല്ലാം കോട്ടരുമകൾ കീഴടക്കി. വണ്ടുകൾ കാരണം ശ്വാസതടസ്സം ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നവും ഇവർക്കുണ്ടായി. കോട്ടരുമകൾ കൈയടക്കിയ വീട്ടിൽ ഇനിയും നിൽക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായതോടെ മൊയ്തീൻ കുടുംബവുമായി വീട്ടിൽ നിന്നും പടിയിറങ്ങി. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ ഈ കോട്ടരുമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. തൃശ്ശൂർ ഭാഗത്തൊക്കെ അതിന് മുപ്പിളിവണ്ടിൽ നിന്നൊക്കെ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ കണ്ടമാനുണ്ട്. അല്ലെ സാധാരണ വീട്ടിൽ വരുന്ന മാർക്കല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഈ പുതുമഴ പെയ്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ തലേ ദിവസമൊക്കെ വരിക. ഇനി മഴക്കാലം ചൂട് കമ്മിയാവുന്നത് വരെയും മഴക്കാലം തുടങ്ങുന്നത് വരെ ഇതുണ്ടാവും. ഒരു 3-4 മാസമൊന്നും വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇവരൊക്കെ ഞങ്ങളൊക്കെ എവിടേക്കൊക്കെ പോകലാണ്. അല്ലെങ്കിൽ വണ്ടി കിടക്കും, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ പോകും, അല്ലെങ്കിൽ അയലൊക്കെ പോയി കിടക്കലാണ്. ഇതിന് വമ്പ ശല്യമുണ്ട്. എന്താണെന്ന് ചെയ്യാതെ കൊടുത്തില്ല. മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തൽക്കാലം പോകും. അത് കഴിഞ്ഞാൽ പിന്നെയും വരികയാണ് അതേമാതിരി തന്നെ. അപ്പോൾ അത് പിന്നെ അതുപോലെ അടിച്ച് കളയണത് വളരെ ബുദ്ധിമുട്ടാണ്, ദുഷ്കരമാണത്. കാരണം ഒരു വിശേഷിച്ച് ഗ്യാസ് ഉണ്ട്. അത് കാരണം പണിക്കാരടക്കം വരില്ല അത് അടിച്ചു വരി കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതിനിപ്പോൾ എന്താ ചെയ്യാന്ന് യൂട്യൂബിലൊക്കെ പലതും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം എഫക്റ്റാണെന്ന് അറിയണില്ല. എന്തായാലും വീട് ഒഴിവാക്കി പോകേണ്ട പോലാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ഒരു 10-15 വർഷം മുമ്പ് ഉണ്ട് വീട്ടിൽ. പക്ഷേ ദുരിതം ഒരു 4-5 കൊല്ലമായിട്ട് അത്ര കൂടുതൽ വരലെടുത്തിട്ടത്. മറ്റേ സാധാരണ വീട്ടിൽ ഇവിടെ വരുമ്പോൾ വരവേ വന്നിരുന്നുള്ളൂ. വീട്ടിൽ നിന്നും കോട്ടരുമകളെ ഒഴിവാക്കാൻ ഇനിയും ഒരു മാർഗവും ഉദിച്ചില്ലെങ്കിൽ മറ്റൊരു വീട് വെക്കാനുള്ള തീരുമാനത്തിലാണ് മൊയ്തീൻ. പക്ഷേ മനുഷ്യജീവന് ഭീഷണി ഉണ്ടാക്കുന്ന ആനയെയും പുലിയുമെല്ലാം പിടിക്കുന്ന സർക്കാർ വകുപ്പുകൾ തങ്ങൾക്കും തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് മൊയ്തീനും കുടുംബവും. റിപ്പോർട്ടർ, പാലക്കാട്.